വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, ഇത് 2 ഇടങ്ങളിലും കേരളത്തിലെ ഏതാണ്ട് മിക്കവാറും മത്സര ഇടങ്ങളിലൊക്കെ തന്നെ ത്രികോണ മത്സരമായിരിക്കും. ഇതിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളുണ്ട്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നമ്മൾക്കൊന്ന് മാറ്റിവെക്കാം. അത് ഒരു പ്രാദേശിക തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ മലബാർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളുണ്ട്. അവിടെ സ്ഥാനാർത്ഥികളില്ല എന്നല്ല പറയുന്നത്, ത്രികോണ മത്സരത്തിലേക്ക്, അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മാറില്ല. ഇപ്പോൾ ലോക്സഭയിൽ നമ്മൾ കണ്ടു തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും അങ്ങനെ BJP തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അവർ A ക്ലാസ് മണ്ഡലങ്ങൾ തരം തിരിച്ച ഇടങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടന്നിട്ടുള്ളത്. അവിടങ്ങളിലൊക്കെ തന്നെ ഒന്നുകിൽ കോൺഗ്രസ് അപ്രസക്തമായി, അല്ലെങ്കിൽ CPM LDF സ്ഥാനാർത്ഥി അപ്രസക്തമാകുക കാഴ്ചയാണ് കണ്ടത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു 50 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു തന്ത്രമാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു തന്ത്രം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിലൂടെ നേട്ടം കൊയ്യാം എന്നാണ് പിണറായി കരുതുന്നത്. നമുക്കറിയാം, ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ മാറിപ്പോയി. മുസ്ലിം വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റ് തീവ്ര സ്വഭാവത്തോടുകൂടിയ ജമായത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ കുടക്കീഴിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് വോട്ട് സമാഹരിക്കുക സാധ്യമാകില്ല എന്നാണ് പിണറായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറാൻ, അതായത് അതിന് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനുവേണ്ടി മധ്യ തെക്കൻ കേരളത്തിലാണ് കോൺഗ്രസ് CPM BJP ത്രികോണ മത്സരം. അവിടെ CPMന് നേട്ടം ഉണ്ടാക്കാം എന്നാണ് പിണറായി കരുതുന്നത്. അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. കാരണം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ഈ 4 ജില്ലകളിലെ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ത്രികോണ മത്സരം CPMന് വലിയ തോതിൽ ഗുണം ചെയ്യും. BJPയിലേക്കും കോൺഗ്രസിലേക്കും വഴിമാറുന്ന ഹൈന്ദവ വോട്ടുകളിൽ ഒരു വിഭാഗത്തെ CPMലേക്ക് തിരിച്ചാൽ വലിയ തെരഞ്ഞെടുപ്പ് നേട്ടം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ. ഈ 4 ജില്ലകളിൽ നിന്നുമായിട്ട്, അതായത് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയിൽ നിന്നുമായിട്ട് UDFന് 20 സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചാൽ മാത്രമേ UDFന് ഭരണം ലഭിക്കൂ. ആ സാധ്യതയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് പിണറായി ലക്ഷ്യം വയ്ക്കുന്നത്. എപ്പോഴും കേരളം ആര് ഭരിക്കുന്നുവോ ആ ഭാഗത്തേക്കായിരിക്കും തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും മാറുക. ഇവിടെ നിന്ന് ഈ പറഞ്ഞ 4 ജില്ലകളിൽ നിന്ന് 20 സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചാൽ അധികാരത്തിലേക്ക് വരാൻ കഴിയും. പക്ഷെ ആ സാധ്യത പിണറായി വിജയൻ അട്ടിമറിക്കും. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് ഒരു 4-5 ഇടങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കും. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ കാട്ടാക്കട, നെടുമങ്ങാട്, ഇവിടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ത്രികോണ മത്സര സാധ്യതയാണുള്ളത്.
ഏറ്റവും കൂടുതൽ അതിശക്തമാകുന്നത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലായിരിക്കും. BJP ഏറ്റവും കൂടുതൽ ഉന്നം വെച്ചിരിക്കുന്നത് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു 4-5 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയാൽ ആലപ്പുഴയിലേക്ക്. ആലപ്പുഴയിൽ നമ്മൾ BJPയുടെ ഒരു വലിയ മികച്ച പ്രകടനം കണ്ടതാണ് ശോഭാ സുരേന്ദ്രൻ 24-ൽ നടത്തിയത്. 2,99,000 വോട്ട് നേടിയെടുത്ത മണ്ഡലം. അവിടെ കായംകുളത്ത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ത്രികോണ മത്സര സാധ്യത. കോന്നിയിലായാലും അതുപോലെ ആറന്മുള, റാന്നി, പിന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര് BJPക്ക് ഏറെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റും. അപ്പോൾ അതിലൂടെ ഈ പറഞ്ഞ തരത്തിൽ വോട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിട്ട് മാത്രം നിൽക്കുന്ന കാര്യമാണ്. വടക്കൻ കേരളത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ചിത്രം ഒന്നുകൂടി മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ NSS നിലപാട് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് പിണറായി വിജയന്റെ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഒരു ആശയത്തിൽ നിന്നാണ് അയ്യപ്പ സംഗമത്തിലേക്ക് പോയത്. അയ്യപ്പ സംഗമത്തിൽ 2 സമുദായങ്ങളുടെ മുഴുവൻ പിന്തുണ നേടിയെടുക്കാം എന്നുള്ള കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതായത് NSSന്റെയും SNDPയുടെയും പിന്തുണ നേടിയെടുക്കാം. NSS പിന്തുണ ഉറപ്പിക്കുന്ന കാര്യത്തിൽ ഏത് നീക്കങ്ങൾക്കും സഹായങ്ങൾക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഒരുക്കമായിരുന്നു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മുഴുവൻ വേണ്ട തരത്തിൽ അത് തിരക്കഥ ആസൂത്രണം ചെയ്ത് കരുക്കൾ നീക്കിക്കൊണ്ടു പോകുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ ഈ NSSന്റെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം NSSനെ സംബന്ധിച്ചിടത്തോളം UDFിലേക്ക് ഇനി ഒരു ചായ്വ് ഉണ്ടാകത്തില്ല. 2021 അവരോടൊപ്പം നിന്നതാണ്. പക്ഷെ ഇപ്പോൾ ലീഗ് ആധിപത്യം പുലർത്തുന്നത് കൊണ്ട് UDFിനകത്ത് ലീഗിന്റെ ആധിപത്യമാണ്. UDF ഭരണത്തിൽ വന്നാൽ ലീഗിന്റെ ഭരണമായിരിക്കും ഉണ്ടാകുക. ഇത് NSS ഭയക്കുന്നുണ്ട്. കാരണം ലീഗ് ഏതു തരത്തിലുള്ള അപ്രമാദിത്വവും ഉണ്ടാക്കും. ആ അപ്രമാദിത്വത്തിനെല്ലാം തന്നെ കോൺഗ്രസ് കൂട്ടുനിൽക്കുകയും ചെയ്യും. അവിടെ വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും NSS എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് നേരത്തെ തന്നെ SNDP UDFിനോട് എതിർപ്പാണ്. കാരണം SNDPക്ക് വേണ്ട തരത്തിൽ ഈഴവ വിഭാഗത്തിന് വേണ്ട തരത്തില് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. ഈഴവ സമുദായക്കാർ ചിഹ്നം നോക്കി വോട്ട് ചെയ്തത് കൊണ്ടാണ് പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അത്തരത്തിൽ ഈ SNDPയുടെയും NSSന്റെയും വോട്ടുകൾ BJPയിലേക്കും കോൺഗ്രസിലേക്കും പോയിട്ടുള്ളത് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പിണറായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. 50 മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുക എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.